pappupappoos123@gmail.com, sunisunikkutan777.com. ഇതൊക്കെ നമ്മളുടെ പഴയ ജിമെയിൽ ഐഡികളാണ് അല്ലേ. ഈ ഐഡി വെച്ചിട്ട് ഭയങ്കരമായിട്ട് അപമാനിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് ഇതൊന്നും ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് ഇത്രയ്ക്ക് ഒഫീഷ്യലായിട്ടൊരു ആവശ്യത്തിന് വേണ്ടി വരും എന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അന്ന് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇന്നും പല ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ആ ഒരു മെയിൽ ഐ ഡി കാണുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഫഷണലിസം ഇല്ലായ്മ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ഇപ്പോൾ ഒരു അവസരം ജിമെയിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ഈ മെയിൽ ഐ ഡി, അതായത് മെയിൽ ഐ ഡിയുടെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നല്ലേ? വാ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈലിൽ പറ്റില്ല, ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക് പോവുക. അവിടെ പോയതിന് ശേഷം ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന അഡ്രസ്സ് ഉണ്ടല്ലോ, ഇതൊന്ന് അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമ്മൾ പോകുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ഏത് മെയിൽ ഐ ഡി ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നോർമൽ പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നേരെ കയറി വരുന്ന ഒരു ഓപ്പണായി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് നമ്മുടെ ചേഞ്ച് യുവർ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ വെച്ചിട്ട് നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് ടൈമിൽ 3 പ്രാവശ്യം ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പുതിയ പേര് കൊടുക്കുമ്പോൾ അതിനി ശശി മാറ്റി സോമനാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടത്തിലെ പപ്പൂസിനും സുനിക്കുട്ടനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. മാറ്റട്ടെ എന്ന് ആളുകളല്ല കിടലൻ മെയിൽ അഡ്രസ്സ് ഉപയോഗിക്കട്ടെ.